വെള്ളിമൂങ്ങയ്ക്കൊക്കെ ഉള്ള ഗുണം എന്ന് പറഞ്ഞാൽ എത്ര പ്രൊമോട്ട് ചെയ്താലും ഓവർ എക്സ്പെക്റ്റേഷൻ വരില്ലല്ലോ. എത്ര നിങ്ങൾ പ്രൊമോട്ട് ചെയ്തോ ആ പടം എന്ന് പറഞ്ഞാൽ കയറുള്ളൂ. നമുക്കറിയാം ഒരു പടം നമ്മളുടെ ടാഗ് ലൈനിലുണ്ടായിരുന്നു വെള്ളിമൂങ്ങയുടെ കട്ടൻ കാപ്പി പ്രതീക്ഷിച്ച് പോയിട്ട് ചിക്കൻ ബിരിയാണി കിട്ടിയെന്ന്. ബേസിക് മെൻറ്റാലിറ്റിയാണത്. അത് സത്യമാണ്. ഒരു ബ്രെഡും ജാമും കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൂടെ ഒരു ചീസും കൂടെ കൊടുത്താൽ ആഹാ. ബിരിയാണി കൊടുക്കാന്ന് പറഞ്ഞിട്ട് എങ്ങാനും പപ്പടം ഇല്ലെങ്കിലോ അത് പോയി. അത് ഞാനും അങ്ങനെയാണ്. ആരുടെയും കുറ്റമല്ല, നമ്മളുടെ നേച്ചർ അതാണ് അല്ലേ. അത് എനിക്ക് മടിയൊന്നുമില്ല. ഞാൻ ഷാൻ റഹ്മാൻ ഷാനിക്കയുടെ പുറകെയാണ്. മലർവാടിക്ക് ശേഷം എന്നെ ഒരു പാട്ട് പഠിക്കണം. അതിങ്ങനെ ഒരു പാട്ടല്ല, സ്റ്റുഡിയോക്കകത്ത് കയറി എന്തൊക്കെയോ ചെയ്ത് പുറത്ത് വരുമ്പോൾ നല്ല പാട്ടാവുന്നൊരു പാട്ടില്ലേ, ആ പാട്ട്. അപ്പം ഷാനിക്ക വാക്ക് തന്നിട്ടുണ്ട് ഇനി ഏതെങ്കിലും ഒരെണ്ണത്തിന് തരാമെന്ന്. വിനീതാണ് ഈ പറഞ്ഞ പോലെ പറഞ്ഞേക്കുന്നത്, അവന് ജന്മത്ത് പാട്ട് കൊടുത്തേക്കരുതെന്ന്. അപ്പോൾ പാട്ടൊന്നും ഇവിടെ പാടുന്നില്ല. ഞാൻ പറഞ്ഞ അതുപോലെ സ്റ്റുഡിയോയിൽ കയറി ഞാൻ പാടി ഷാനിക്ക് എന്തൊക്കെയോ ചെയ്ത് പുറത്തൊരു പാട്ട് ഇറക്കിയാൽ തീർച്ചയായിട്ടും ആ പാട്ട് കേൾപ്പിച്ചിരുന്നായിരിക്കും. അതിൻ്റെ എൻ്റെ ഹെയർ സ്റ്റൈൽ ഇച്ചിരി വ്യത്യാസം പിടിച്ചിട്ടുണ്ട്. അതായത് റോണക്സ് ആണ് അതിൻ്റെ മേക്കപ്പ് ഹാൻഡിൽ ചെയ്യുന്നത്. റോണക്സ് അതിന് മുമ്പ് എൻ്റെ കൂടെ ഓം ശാന്തി ഓശാനെയാണ് വർക്ക് ചെയ്തത്. ഓം ശാന്തിയിൽ റോണക്സ് ക്ലീൻ ഷേവ് ആയിട്ട് എൻ്റെ അടുത്ത് വന്നാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ കൊണ്ട് 5 ഗെറ്റപ്പ് ചെയ്യിപ്പിച്ചു. 5ഉം റോണക്സിൻ്റെ അറ്റാച്ച്മെൻറ്റ്സ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ആക്ച്വലി അത് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. എനിക്ക് ഓരോ സിനിമയിൽ എന്തെങ്കിലും രീതിയിൽ എൻ്റെ രൂപത്തിൽ മാറ്റം വേണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പം റോണക്സിനെ പോലെ ഒരാളുടെ സപ്പോർട്ട് അതുകൊണ്ട് എനിക്ക് ഒരുപാടുണ്ടായിരുന്നു. ഈ സിനിമ വന്നപ്പോൾ റോണക്സിനോട് ഞാൻ പറഞ്ഞു, റോണക്സ് നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും ചെയ്യാൻ ഇപ്പോൾ എനിക്കൊന്നും മനസ്സിൽ വരുന്നില്ല. റോണക്സ് എനിക്ക് ഇവിടെ ഒരു അറ്റാച്ച്മെൻറ്റ് തന്നു. എൻ്റെ റോണക്സ് പറഞ്ഞു മുടി നമുക്ക് സ്ട്രെയിറ്റ് ചെയ്ത് വെക്കാം. നമ്മൾ ഈ മുടിക്ക് വലിയ നീളമില്ലാതെ ഈ പെൺകുട്ടികൾ ചെയ്യുന്ന പോലെ സ്ട്രെയിറ്റനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് അടുത്ത സിനിമയുടെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അത് പിന്നെ ഒരു ബാധ്യതയായി പോവില്ലേ, ഇത് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ പോകും. അപ്പോൾ റോണക്സ് പറഞ്ഞു എന്നാൽ ചേട്ടാ എല്ലാ ദിവസവും നമുക്ക് അയൺ ചെയ്യാമെന്ന് പറഞ്ഞു. കൊള്ളാലോ പരിപാടി, ചെയ്യാം, നല്ല രസം. നമ്മൾ ഈ നായികമാരൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അയൺ ചെയ്യുന്നതൊക്കെ. ഞാൻ രാവിലെ ചെയ്യുമ്പം ഈ ലെങ്ത് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നല്ലതായിട്ട് പൊള്ളാറുണ്ട് ചില ദിവസമൊക്കെ. അപ്പോൾ ഇങ്ങനെ അവസാനം നമുക്കറിയാം ഇത് വാക്സൊക്കെ തേച്ച് നമുക്കിങ്ങനെ പുകയൊക്കെ പോകണ കാണാം സിനിമയിലൊക്കെ കാണുന്ന പോലെ. ഈ നമ്മുടെ ഷോക്ക് പ്രൂഫൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ കറണ്ടൊക്കെ അടിച്ച് ചെയ്യുമ്പോൾ വരുന്നത്. അവസാനം 2 ആയി അത് 49 ദിവസം ഷൂട്ടുണ്ടായിരുന്നു സിനിമ. അല്ല എനിക്കൊരു 40 ദിവസം ഉണ്ടായിരുന്നു. ഇപ്പോൾ 5 ദിവസമായി, 8 ദിവസമായി, 10 ദിവസമായി. എല്ലാ ദിവസവും ചെയ്ത് ഈ മുടിയുടെ ടെക്സ്ചർ മാറാൻ തുടങ്ങി. ഞാൻ കുളിക്കുമ്പോൾ പോകുന്ന മുടിയുടെ എണ്ണവും കൂടി തുടങ്ങി. സാറേ എനിക്കെന്നെ തോന്നി ഈ പടം റിലീസാകുമ്പോൾ ഞാൻ എൻ്റെ പഴയ ഫോട്ടോ എടുത്തിട്ട് ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് ചോദിക്കേണ്ട അവസ്ഥയായി ആകും. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തമാശയ്ക്ക് പറഞ്ഞാണെങ്കിലും 50 ദിവസമൊക്കെ ആയപ്പോൾ എനിക്കും തോന്നി ഇത് ശരിക്കും ആകുമെന്ന്. ഇപ്പോൾ ഇരിക്കുന്ന ഒറിജിനലാണ്, ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല ഭാഗ്യത്തിന്. രണ്ടുപേരും 2 രീതിയിൽ ഉള്ള വ്യക്തികളാണ്. എനിക്ക് കുറച്ച് ദിവസങ്ങളെടുത്തു മമ്മൂക്കയായിട്ട് എൻ്റെ ഉള്ളിലെ പേടി മാറാൻ. അദ്ദേഹം ഒരിക്കലും എന്നെ പേടിപ്പിച്ചിട്ടില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ സെറ്റിലൊരു 49-50 ദിവസം ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ അദ്ദേഹം പേടിപ്പിച്ചിട്ടില്ല, ആ സെറ്റിലെ ആരെയും അദ്ദേഹം പേടിപ്പിച്ചില്ല. പക്ഷേ ആ സെറ്റിൽ ചെല്ലുന്നതിന് മുമ്പ് എന്നെ ഒരുപാട് പേര് പേടിപ്പിച്ചിരുന്നു. പോകുന്നത് മമ്മൂക്കയുടെ സെറ്റിലാണ്. ഇതേ അനുഭവം ജോഷി സാറിൻ്റെ സെറ്റിൽ പോകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെയൊക്കെ ഞാൻ കണ്ടത് വളരെ ഈ കേട്ടതിൽ നിന്നും മാറി നിൽക്കുന്ന 2 വ്യക്തികളെയാണ്, മമ്മൂക്കയുടെയും ജോഷി സാറാണെങ്കിലും. അപ്പോൾ വളരെ ഒരു കെയറിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അവിടെ കണ്ടത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്നോടുള്ളൊരു മമ്മൂക്കയുടെ ഒരു പെരുമാറ്റം ആസ് എ എൽഡർ, ഞാൻ ഒരു മൂത്ത ജ്യേഷ്ഠൻ എന്ന് പറയുന്നത് പോലും ഞാൻ അങ്ങനെയല്ല. ഞാൻ ഒരുപാട് ആരാധിക്കുകയും ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്ന നമ്മളുടെയൊക്കെ മുതിർന്നൊരു ടീച്ചറിനെ ഞാൻ പറയാനുള്ളൂ. ആ ഒരു ലെവലിലാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അതാരണം എനിക്കൊരു 10-20 ദിവസം എടുത്തു പേടിയൊക്കെ ഒന്ന് മാറാൻ. പക്ഷേ ആ 20 ദിവസത്തിനുള്ളിൽ അദ്ദേഹമായിട്ടുള്ള ഡയലോഗുകളൊക്കെ എടുത്ത് തീർത്തു. അപ്പം അതൊക്കെ പേടിച്ചാണ് പറഞ്ഞേക്കണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം സൈലൻറ്റ് റിയാക്ഷൻസ് ആയിരുന്നു. അതിലിപ്പോൾ നമുക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിലും കാര്യമില്ല.
കിഴക്ക് കിഴക്ക് കുന്നിൻ മീതെ ഉദിച്ചു വന്ന നിലാവല വീണു. ഇരുട്ടു വാഴും കുളത്തിലാകെ പൊന്നു തിളങ്ങി. എന്നാലൊരുത്തി തൂകിയ പുഞ്ചിരി വീണൻ നെഞ്ചു കലങ്ങി. അവളുടെ ഇരിപ്പ് കണ്ടും നടപ്പ് കണ്ടും ഉള്ളു കുലുങ്ങി. പെരുമ്പിലാവിലെ ചന്ത പിരിഞ്ഞു. കിട്ടിയ കാശും കളിച്ചു തീർന്നു. പെരുമ്പിലാവിലെ ചന്ത പിരിഞ്ഞു. കിട്ടിയ കാശും കളിച്ചു തീർന്നു. അവൾക്ക് വാങ്ങിയ ചാന്തും വളയും ഷാപ്പിലിരുന്നു. ക്ലീറ്റസ് കാണുമ്പോൾ എനിക്കിപ്പോഴും ചില സീനുകളൊക്കെ എനിക്കറിയാം. എൻ്റെ മുഖത്ത് അല്ലെങ്കിൽ ഉള്ളിൽ നല്ല പേടിയുണ്ട്. പക്ഷേ ലാൽ സാറിനോട് വർക്ക് ചെയ്തപ്പം ഞാൻ കേട്ടത് തന്നെ ലാൽ സാർ വളരെ ഇപ്പം നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അതായത് അദ്ദേഹത്തെ ഒരു ഫൺ ലവിങ് വ്യക്തിയായിട്ടാണ് എല്ലാവരും എൻ്റെ മനസ്സിലൊരു പിക്ചർ തന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ രീതിയിലാണ് നമ്മളെ കെയർ ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്. അതിപ്പം എനിക്കൊന്ന് തമാശ കൂടുതൽ പറയുന്ന ആരാന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ലാൽ സാറായിരിക്കും. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എവിടെ ഒരു സ്മൈൽ എലമെൻറ്റ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ അദ്ദേഹം തന്നെ ഐസ് ബ്രേക്ക് ചെയ്യാൻ ഒരു ശ്രമം എടുത്തു. കാര്യം ഇങ്ങോട്ട് വന്ന് ചിലപ്പോൾ രണ്ട് തമാശയൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു പേടിയൊക്കെ ഒന്ന് പോകും. അപ്പോൾ രണ്ട് രീതിയിൽ എനിക്ക് കമ്പയർ ചെയ്യാനൊന്നും അറിയില്ല. അതായത് നമുക്ക് ഒരിക്കലും ഇവരുടെ ആക്ടിങ് കമ്പയർ ചെയ്യാൻ പറ്റാത്ത പോലെ തന്നെ ഈ രണ്ട് വ്യക്തികളും രണ്ട് വ്യക്തികൾ തന്നെയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഈ രണ്ട് വ്യക്തിത്വത്തെയും ഞാൻ മാത്രമല്ല എല്ലാ മലയാളികളും അവരുടെ ആക്ടിങ് അല്ലെങ്കിൽ ഒരു സ്റ്റൈൽ ഓഫ് ആക്ടിങ്ങിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ. അതെനിക്കറിയാം. ഞാനിപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റിയത് കൊണ്ട് അവരുടെ ഒരു പേഴ്സണൽ സൈഡും രണ്ടുപേരും എന്നെ രണ്ട് രീതിയിലാണ് എക്സൈറ്റ് ചെയ്യിക്കുന്നത്. ഏതാണ് ഇപ്പോൾ ആപ്പിളാണോ ഓറഞ്ചാണോ ഏതാണ് തമ്മിൽ എനിക്കിപ്പോൾ ബെറ്റർ എന്ന് പറയാൻ എങ്ങനെ പറ്റും? രണ്ടിൻ്റേതായ ഗുണങ്ങളില്ലേ. റിമയുടെ കൂടെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഋതു ഒക്കെ ഞങ്ങൾ സിനിമയിൽ വരുന്നതിൻ്റെ ഒരു വർഷം മുമ്പായിരുന്നു ഋതുവിൻ്റെയൊക്കെ റിലീസ്. അപ്പോൾ ആ സമയത്ത് റിമ എന്ന് പറയുന്നത് കുറേ നാൾക്ക് ശേഷം മലയാളത്തിൽ വന്നൊരു ന്യൂ ഫേസ് ആയിരുന്നു, ഒരു ഫീമെയിൽ ന്യൂ ഫേസ് ആയിരുന്നു. റിമയുടെ സ്റ്റൈൽ സെൻസ് വേറെ ആയിരുന്നു. നമ്മൾ അതുവരെ കണ്ട് ശീലിച്ചൊരു സ്റ്റൈൽ സെൻസ് ഒന്നല്ലായിരുന്നു. അപ്പം റിമയുടെ കൂടെ വർക്ക് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. സെവൻസിൽ വർക്ക് ചെയ്യാൻ പറ്റി. ഷർമയുടെ ഓപ്പോസിറ്റ് ആയിട്ടൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയിരുന്നു സക്രിയയുടെ ഗർഭിണികളിൽ. അപ്പോൾ നമ്മളെ പോലെ കാസർഗോഡ് നിന്ന് 20 കിലോമീറ്റർ ഉള്ളിൽ മുള്ളേരിയ ആ ഗവൺമെൻറ് ആസ്പത്രിയുടെ ബാക്കിൽ. പോരാന്നൊന്നും പറയാൻ കഴിയല. പ്ലാസ്റ്റിക് കൊണ്ട് മറച്ച ചെറിയൊരു കൂടാരം. അനക്കൊരു അനിയനുണ്ട്, ഇക്ബാല്. ഓനെ പെറ്റിട്ടപ്പോൾ ഓനെൻ്റെ മോനല്ലെന്ന് ചൊല്ലി കള്ള പാസ്പോർട്ടിൽ ദുബായ്ക്ക് കടന്നളഞ്ഞ എൻ്റെ ഉപ്പ. പിന്നെ തിരിച്ചു വന്നില്ല ബാലാല്. ഉമ്മക്ക് ആസ്പത്രിയിൽ തുടക്കൽ പണി. ഞായറാഴ്ചയിൽ മംഗലത്തിന് ബിരിയാണി വെക്കണേ മുല്ലാൻ്റെ അടുത്ത് കോയക്കനെ സഹായിക്കാൻ പോവും. അത്ര കഷ്ടപ്പെട്ടിട്ടാ ഉമ്മ എന്നെ മാനിക് ദിനാറിൽ നഴ്സാവാൻ അയച്ചത്. കഴിഞ്ഞ കൊല്ലം ഉമ്മ മരിച്ച്. അപ്പോൾ ഫാത്തിമേനെ കെട്ടി നടന്ന എങ്ങനെയാ? അത് പള്ളിക്കാരെ കണ്ടെന്ന് പോയി ആപ്പിളയാ. ആകെ 3 മാസം എൻ്റെ ഒപ്പം കൂടിയത്. ഒരു ചായ സാനോ എൻ്റെ കയ്യിൽ പൊന്നുണ്ടായിന്. അതുകൊണ്ട് ഏടയ്ക്ക് പോയി കളഞ്ഞു. അപ്പൊ ദുബായിലാണ് ഡോക്ടറോട് പറഞ്ഞത്? അത് അവരോട് അങ്ങനെ പറഞ്ഞത്. എന്തിനാ എല്ലാരോടും എല്ലാം ചൊല്ലണ? പിന്നെ എനിക്കൊന്ന് തൃശ്ശയായിരിക്കാം. അത് ഈ വിന്നയ് താണ്ടിയൊക്കെ കണ്ടിട്ട് അല്ലേ, ജെസ്സി ഒന്നും ആർക്കും മറക്കാൻ പറ്റില്ലല്ലോ. അല്ലാതെ എനിക്ക് ഭയങ്കരമായി പെയർ ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷേ എന്തെങ്കിലും കാണണം എന്ന് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരേ ഒരു ഫീമെയിൽ സ്റ്റാർ, അത് അഭിനയിക്കണമെന്നൊന്നുമില്ല, കാണണം എന്നേ ഉള്ളൂ. ശോഭന മാമാണ്. അത് വേറൊന്നുമില്ല. നമ്മൾ ചെറുപ്പം തൊട്ടേ ലാൽ സാറിൻ്റെയും മമ്മൂക്കയുടെ കൂടെയൊക്കെ അവർ ചെയ്ത ക്യാരക്ടേഴ്സ് കണ്ട് തോന്നിയൊരു ആരാധനയിൽ നിന്നും അവരുടെ അത്രയും എന്താ പറയുക, അത്രയും ഒരു ഇനോമസ് ബ്യൂട്ടിഫുൾ ലേഡിയോട് നമുക്ക് തോന്നുന്നൊരു ഇഷ്ടമുണ്ടല്ലോ. ആ ഇഷ്ടം കൊണ്ട് തന്നെ എനിക്ക് അവരൊന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. തിരയുടെ എനിക്കൊന്ന് ഷൂട്ടിന് എനിക്ക് പോകാൻ പറ്റിയില്ല. പുണ്യാളൻ്റെ ഷൂട്ട് എനിക്ക് നടക്കായിരുന്നു. അപ്പോൾ വിനീതിനോട് ഞാൻ പറയായിരുന്നു ഒരു ഓഡിയോ ലോഞ്ച് നടത്തണം, ഇങ്ങനെ ശോഭന മാം വരുമല്ലോ. അവനൊട്ടും അത് നടത്തിയില്ല. അപ്പോൾ പിന്നെ അത് കാണാനും പറ്റിയില്ല.
എൻ്റെ ഭാര്യയെ കണ്ടിട്ടുണ്ട്. അവളൊരു ഡിസൈനറാണ്. അപ്പം നിവിനും എനിക്കും വേണ്ടി ഒരു ഫംഗ്ഷന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ തന്നെ മലർവാടിയിലെ ശ്രാവണിൻ്റെ ഫാമിലി ഫ്രണ്ടാണ് ഈ കുട്ടി. അപ്പം അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ പരിചയമുണ്ട്. അപ്പം തീർച്ചയായിട്ടും വീട്ടിൽ വിവാഹാലോചനകൾ അല്ലെങ്കിൽ ഈ ഒരു ടൈം ആയെന്നൊക്കെ അമ്മയോ അല്ലെങ്കിൽ അച്ഛനും പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞ പോലെ ശ്രാവൺ ഈ ഒരു പ്രപ്പോസൽ വെച്ചിരുന്നു. അപ്പോൾ അത് വീട്ടുകാരോട് സംസാരിച്ചു. അവർ പോയി കാണുമായിരുന്നു. ഞാൻ ആക്ച്വലി പോയി കണ്ടിട്ടില്ല. ഒരു ഫോർമൽ ചടങ്ങുകളൊക്കെ ഞാൻ മാക്സിമം ഒഴിവാക്കി. വിവാഹം കഴിഞ്ഞിട്ട് ഞാൻ വിരുന്നുകൾക്കൊന്നും അങ്ങനെ പോയിട്ടില്ല. ഞാൻ എന്തോ അതിലൊന്നും അങ്ങനെ അധികം നമ്മളുടെ വളരെ അടുത്ത സുഹൃത്തുക്കളെയും റിലേറ്റീവ്സിനൊക്കെ നമ്മൾ കാണുക, പോയൊരു ഭക്ഷണം കഴിക്കലൊരു ചടങ്ങിലൊന്നും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. എന്നാൽ മാത്രമേ നമ്മൾ പരിചയം അടുപ്പൊക്കെ ഉണ്ടാവുള്ളൂ, അല്ലല്ലോ. അപ്പം ഞാൻ നേരെ വെള്ളിമൂങ്ങിക്കാണ് പോയത് ആക്ച്വലി കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് പോയ സെറ്റ്. എനിക്ക് പലപ്പോഴും ഈ ഒരു സ്റ്റേജ് ഓഫ് ലൈഫിൽ നിന്ന് അടുത്തതിലോട്ട് പോകാൻ ഭയങ്കര മടിയുള്ള ആളാണ്. എനിക്കൊന്ന് ചിലപ്പം ഓർമ്മയില്ലാത്ത പ്രായത്തിൽ നിന്ന് ഞാൻ നടക്കാൻ തുടങ്ങാൻ ചിലപ്പോൾ മടി ഉണ്ടായിരുന്നായിരിക്കും, എനിക്കറിയില്ല. അതുപോലെ സ്കൂളിൽ നിന്ന് കോളേജിൽ പോകുമ്പോഴും എനിക്ക് മടിയുണ്ടായിരുന്നു. പക്ഷെ അത് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അടുത്തതിലോട്ട് പോകാൻ മടിയാണ്. കോളേജ് കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലി, ഞാൻ പറഞ്ഞില്ലേ പാസ്സായി പോയപ്പോൾ ഒരു 6 മാസം പാസ്സായി എന്ന് പറഞ്ഞ് നടന്നു. പിന്നെ ജോലി വേണമെന്നൊക്കെ പറഞ്ഞു തുടങ്ങി. അതായത് പാസ്സാവാനല്ലേ ഇത്രയും നാളും പറഞ്ഞോളൂ, ജോലിയൊന്നും ആരും പറഞ്ഞില്ലല്ലോ. അല്ല, അപ്പോൾ ജോലി വേണമെന്നായി. അപ്പം ജോലിയൊന്നും എനിക്ക് പറ്റത്തില്ല അങ്ങനെ. പക്ഷേ പിന്നെ ജോലിയിലോട്ട് കടന്നു. എനിക്ക് ജോലി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ HR വർക്ക് ചെയ്ത് HSBC എന്ന് പറഞ്ഞ ബാങ്കിൽ. എഗെയിൻ ട്രാവലായിരുന്നു. ഒരുപാട് ക്യാമ്പസ് ഇൻ്റർവ്യൂസ് ആയിരുന്നു ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരുപാട് പേരെ എനിക്ക് ഇൻ്റർവ്യൂ ആയിരുന്നു എല്ലാ ദിവസവും. അപ്പോൾ എനിക്ക് ഭയങ്കര രസമായിരുന്നു അത്. അതായത് ഒരാൾ വരുന്നു, നമ്മൾ മുമ്പ് ഇരിക്കുന്നു, നമ്മൾ സംസാരിക്കുന്നു, നമ്മൾ തീരുമാനിക്കുന്നു ജോലി കൊടുക്കണോ വേണ്ടോ, ഒരു റൗണ്ടെങ്കിലും. അപ്പം ഞാൻ വളരെ എൻജോയ് ചെയ്ത് ആ ജോലി ചെയ്തു പോയി. അത് കഴിഞ്ഞാണ് ഒരു റീസൺ കൊണ്ട് എനിക്ക് ജോലി നിർത്തേണ്ടി വന്നു, നാട്ടിൽ വരേണ്ടി വന്നു. അപ്പോൾ വീണ്ടും ഒരു മടിക്കാലഘട്ടം. വിനീത് അവിടെ നിന്നൊരു ബ്രേക്ക് ആയിരുന്നു. പിന്നെ വളരെ സീരിയസ് ആയിട്ട് ഈ ജോലി, ബാച്ചിലർഹുഡ് ആയിട്ട് ഞാൻ ഹാപ്പി ആയിട്ട് പോവാണ്. പെട്ടെന്നൊരു കല്യാണം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പറയണ പോലെ ഇപ്പോൾ വേണോ അല്ലെങ്കിൽ പിന്നെ ആക്കാം. പിന്നെ നമുക്കറിയാവുന്ന ഒരാളായതുകൊണ്ടും പിന്നെ വീട്ടുകാർ പറഞ്ഞു, ഈ പറഞ്ഞ പോലെ പ്രായമൊക്കെ ആയി, അപ്പോൾ കെട്ടിയാൽ കെട്ടി, പിന്നെ ഇനിയും കെട്ടത്തൊന്നുമില്ല. എൻ്റെ ഇതിൽ പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ ചേർക്കുന്ന പോലെയൊക്കെയാണ്. നമ്മൾ കൊണ്ട് സ്കൂളിൽ ചേർന്ന് പിന്നെ സ്കൂളിൽ ചേർന്ന് പിന്നെ അങ്ങ് പഠിച്ചു പോവുക. ആ പെട്ടെന്നുള്ളൊരു ഈ ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ കല്യാണം കഴിയുമ്പം വിടണം എന്ന് ഞാൻ പറയണില്ല. പക്ഷേ ആ ഒരു ബാച്ചിലർഹുഡ് നഷ്ടപ്പെടുകയാണ്. അതിനുള്ളൊരു ഏതൊരാൾക്കും ഉണ്ടായിരുന്നൊരു ഇച്ചിരി കഴിയട്ടെ അതൊക്കെ എനിക്കുണ്ടായിരുന്നു. അത് എൻ്റെ ഭാര്യയ്ക്ക് അറിയാവുന്നതാണ്. ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. പ്രത്യക്ഷത്തിൽ എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്ന്. കാര്യം ഇതിന് മുമ്പ് ഞാൻ ഷൂട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് എനിക്കിപ്പോഴും. പിന്നെ എക്സ്ട്രാ കുറച്ച് നമ്മൾ വിളിച്ചന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു ഇതിൽ തോന്നുന്നത്. അതിപ്പോൾ ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ നമ്മൾ ദൂരെ എവിടെയാണെങ്കിലും കുറച്ച് ഫോൺ കോളുകൾ കൂടി മാത്രമേ ഉള്ളൊരു പ്രത്യക്ഷത്തിലുള്ളൊരു ചേഞ്ച്. നമ്മൾ തിരിച്ച് വരുമ്പോൾ പിന്നെ നമ്മൾ നേരത്തെ ആണെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിനൊപ്പം ഷൂട്ടൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞ ലൊക്കേഷനിൽ ഇപ്പോൾ വരലായിരിക്കും. ഇതിപ്പം ഷൂട്ട് തീരുന്ന ദിവസം തന്നെ നമ്മൾ തിരിച്ച് വീട്ടിൽ വരും. അത് വേറൊരു ചേഞ്ച്. ഈ 2 ചേഞ്ചുകൾ എനിക്ക് പെട്ടെന്ന് കിട്ടുന്നുള്ളൂ. പിന്നെ വീട്ടിലെ നമ്മൾ ഈ രാവിലെയൊക്കെ കാപ്പിയൊക്കെ ഇങ്ങോട്ട് വരുന്ന സ്വഭാവമൊക്കെ തുടങ്ങിയ കാണുമല്ലോ കല്യാണമൊക്കെ കഴിയുമ്പോൾ. അപ്പം അതൊക്കെ പിന്നെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മിസ്സാവുമല്ലോ രാവിലെ എണീക്കുമ്പോൾ. അതൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് മൈട്രി ചലഞ്ച് വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവായിട്ട് തോന്നി. ഞാനത് എന്നെ ചലഞ്ച് ചെയ്തത് ഓം ശാന്തിയുടെ ഡയറക്ടർ ജൂഡ് ആൻ്റണി ആയിരുന്നു. ഞാനത് ആക്സെപ്റ്റ് ചെയ്തു. എനിക്കിപ്പം നിവിനും വിനീത് ശ്രീനിവാസനും ആയിരുന്നു, അൽഫോൺസ് പുത്രനും. ഞങ്ങൾ 4 പേരുമായിരുന്നു അവൻ ചലഞ്ച് ചെയ്ത്. അത് വേറൊന്നുമല്ല, മമ്മൂക്ക സ്റ്റാർട്ട് ചെയ്തൊരു നല്ല ഇനിഷ്യേറ്റീവാണ്. നമ്മളുടെ പ്രത്യേകിച്ച് കേരളം അറിയപ്പെടുന്നത് തന്നെ പച്ചപ്പ് നിറഞ്ഞ നാട് അല്ലെങ്കിൽ അല്ലേ. അപ്പം അത് ഇനിയും കൂടട്ടെ. നമ്മുടെ നാട്ടിൽ മാത്രമല്ല ബാക്കി എല്ലായിടത്തും മരങ്ങൾ വരുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പം ഐസ് ബക്കറ്റ് ചലഞ്ചൊന്നും എനിക്കറിയത്തില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം മൈട്രി ചലഞ്ച് നല്ലതാണ്. എല്ലാവരും ചലഞ്ചൊന്നും ചെയ്യപ്പെടാൻ വെയിറ്റ് ചെയ്യണ്ട. സ്വയം ഒരു ചലഞ്ച് ഏറ്റെടുത്ത് നിങ്ങൾ ആരെങ്കിലും ചലഞ്ച് ചെയ്തോളൂ. ആരും ചലഞ്ച് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. പക്ഷേ എനിക്കിപ്പോൾ ഞാൻ അന്ന് ചലഞ്ച് ചെയ്ത ആസിഫ് അലിയെയും രജിത് മേനോനെയും അനു മോഹനെയാണ്.
അതിനൊപ്പം തന്നെ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ഫേസ്ബുക്കിലുള്ള എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ ചാലഞ്ച് ചെയ്യുന്നു. അതിവിടെയും വീണ്ടും ഒന്നുകൂടെ ഞാൻ പറയുന്നു, മരം നടാത്തവർ അല്ലെങ്കിൽ വൃക്ഷത്തിൻ്റെ തൈ നടാത്തവർ ഇന്നെങ്കിലും ഒരു തൈ നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തോ നിങ്ങളുടെ ഓഫീസിൻ്റെ മുറ്റത്തോ സ്കൂളിൻ്റെ മുറ്റത്തോ നട്ടാൽ അത് നിങ്ങൾക്കല്ല, നമുക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ഗുണം ചെയ്യും. ഓൺലൈനിൽ മനോരമ ഓൺലൈൻ്റെ ഒരു പ്രേക്ഷകന് അല്ലെങ്കിൽ എന്താ പറയുക ആസ്വാദകനാണ് ഞാനും. എന്നെ ഒരുപാട് ആദ്യത്തെ സിനിമ തൊട്ട് ഞങ്ങളുടെ സിനിമകൾ വരുമ്പം, ഞാൻ എൻ്റേന്ന് പറയുന്നില്ല, ഞങ്ങളുടെ സിനിമകൾ വരുമ്പം, അതേപോലെ തന്നെ മറ്റ് ചെറുപ്പക്കാരുടെ സിനിമകൾ വരുമ്പോഴും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പോർട്ടലാണ്. വ്യക്തമായ ന്യൂസുകൾ കൺവേ ചെയ്യാറുണ്ട്. എസ്പെഷ്യലി ഫിലിം ബേസ്ഡ് ആണെങ്കിൽ അത് കൂടുതലും ഞാൻ അതാണ് ശ്രദ്ധിക്കുന്നത്, വേറൊന്നും കൊണ്ടല്ല. വ്യൂവേഴ്സിനോട് പറയാനാണെങ്കിൽ ആദ്യത്തെ സിനിമ തൊട്ട് ഈ സിനിമ വരെ ചെയ്ത് നമ്മളോട് കാണിച്ചൊരു സ്നേഹം അല്ലെങ്കിൽ ഒരു സപ്പോർട്ട്, അത് പറഞ്ഞ് തീർക്കാൻ പറ്റത്തില്ല ഒരു വാക്കുകൾ, ഒരു ഇൻ്റർവ്യൂവിൻ്റെ അവസാനം. പക്ഷെ തിരിച്ച് നമുക്കൊരു ലഡുവോ ജിലേബിയോ വാങ്ങിച്ച് തരാനും പറ്റത്തില്ല. ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസ്പോൺസിബിലിറ്റി, നമ്മൾ ഭാഗമാവുന്ന സിനിമകൾ നിങ്ങൾ 100 രൂപ മുടക്കുമ്പം അതിന് മാക്സിമം മുതലാവുന്ന രീതിയിലാവാം അതിനുള്ള സിനിമകളിൽ ഭാഗമാവാൻ ഏറ്റവും ആത്മാർത്ഥമായി ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അതിൽ പാളിപ്പോവാം, പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ക്വാളിറ്റിയുള്ള സിനിമകളിൽ തന്നെ ഭാഗമാവാനാണ് എൻ്റെ ആഗ്രഹം. അത് പാലിക്കാൻ മാക്സിമം ശ്രമിക്കും. എനിക്ക് തിരിച്ച് ചെയ്തു തരാൻ പറ്റുന്ന ഇത് മാത്രമേ ഉള്ളൂ. ഇനിയും നിങ്ങളെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റട്ടെ, അതൊക്കെ വിജയകരമാവട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവണം. താങ്ക് യു.